സുരേഷ്, ബാക്കി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്തുകൊണ്ട് ഇ ഡി അടക്കം അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തെ തൊടുന്നില്ല എന്ന ചോദ്യം ചോദിച്ചത് രാഷ്ട്രീയപരമായി ശരികേടാണെന്ന് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി എന്ന ഒരു സങ്കല്പമൊക്കെ ഉള്ളപ്പോൾ അതായത് നമ്മൾ പി വി അൻവർ പറയുകയാണ് ഗാന്ധി കുടുംബത്തിൽ തന്നെ ഉള്ള ആളാണോ രാഹുൽ ഗാന്ധി എന്ന് അൻവറിന് സംശയം. DNA പരിശോധന നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ അൻവർ പലയാവർത്തി ഇത്തരത്തിൽ വാവുട്ട പരാമർശങ്ങൾ നേരത്തെ നടത്തിയ ആളാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുമ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന മട്ടിൽ അങ്ങനെ പറയുമ്പോൾ അത് തിരിച്ചു കിട്ടാൻ അർഹതയുള്ള ആളാണ് രാഹുൽ ഗാന്ധി എന്ന് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നതിനെ കോൺഗ്രസ് കാണുന്നത് എങ്ങനെയാണ് നിജേഷ്? ഏതായാലും അൻവറിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയാൻ തൽക്കാലം ഞാൻ തയ്യാറല്ല. കാരണം അത് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മോശകരമായ ഒരവസ്ഥയാണ്. പക്ഷെ അത് ഏറ്റുപിടിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ്റെ മാനസികാവസ്ഥയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ആശയപരമായി രാഹുൽ ഗാന്ധിയോട് എന്തെങ്കിലും വിയോജിപ്പുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയോടുണ്ടെങ്കിൽ, ഇന്ദിരാഗാന്ധിയോടുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാമെന്ന് എത്ര കാലം പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഇപ്പോഴല്ലേ രാജീവ് ഗാന്ധിയൊക്കെ അംഗീകരിച്ചത്. അന്ന് തിമിംഗലത്തെ രക്ഷിക്കാൻ കടലിൽ ചാടിയ രാജീവേ, ഭാരതത്തെ രക്ഷിക്കാൻ എവിടെ ചാടും രാജീവേ, ബോഫോഴ്സ് കള്ള രാജീവേ എന്ന് വിളിച്ച ആളുകൾ ഇവരുടെ പഴയ തലമുറയാണ്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നടത്തിയ ഈ പ്രസ്താവന അത് ശരിയാണോ, രാഷ്ട്രീയ കേരളത്തിന് ശരിയാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് CPM ആണ്. ഞാനൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, CPM എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ അല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിന് മറുപടി പറയേണ്ടത് CPM-ൻ്റെ സീതാറാം യെച്ചൂരിയെ പോലെയുള്ള പോളിറ്റ് ബ്യൂറോ അഖിലേന്ത്യാ സെക്രട്ടറിമാരെ പോലെയുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ പോലെയുള്ള ആളുകളാണ്. അവർ പിണറായി വിജയനെ ഏത് രാഷ്ട്രീയ നേതാവിനെതിരെയും ഏത് രാഷ്ട്രീയ സംവാദത്തിലും ഉപയോഗിച്ചുകൂടാത്ത ഒരു നാലാന്തരം വാക്കാണ്, ഒരു വൃത്തികെട്ട വാക്കാണ്, അല്ലെങ്കിൽ അധമ വാക്കാണ് അൻവർ പറഞ്ഞതിനകത്ത് ഒരു തർക്കവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്നു, അദ്ദേഹം തള്ളി പറയുന്നില്ല, മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. MV ഗോവിന്ദനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, അതിനെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല. CPM-ന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവും PV അൻവറിനെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ PV അൻവർ പറയുന്നത് CPM-ന്റെ ഒരു വെർഷൻ തന്നെയാണ് എന്ന് കോൺഗ്രസ് സംശയിക്കുന്നുണ്ടോ നിജേഷ്? ഞാൻ ഒരിക്കലും ഈ PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മറുപടി പറയാൻ തയ്യാറല്ല. കാരണം അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ, അദ്ദേഹം പറയുന്ന വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലുള്ള ഇടുന്ന കാര്യങ്ങൾ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റുമോ? ആഷ്മി, അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കുക, നിയമസഭയ്ക്കകത്ത് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ എത്ര വലിയ ആരോപണങ്ങളായിരുന്നു. നിരന്തരമായി അദ്ദേഹം DNA പരിശോധന നടത്തണം. ഞാൻ ചോദിക്കുന്നത് DNA പരിശോധന നടത്തണം എന്നുള്ളത് മറുപടി അർഹിക്കാത്ത അവജ്ഞയോടെ തള്ളേണ്ട പ്രസ്താവന ഒരു തർക്കവുമില്ല. പക്ഷെ എന്റെ പ്രശ്നം അവിടെയല്ല. എന്റെ പ്രശ്നം അതിനെ കേരളത്തിലെ CPM-ന്റെ ഉന്നത നേതാക്കൾ തള്ളുന്നില്ല എന്നുള്ളിടത്താണ്. PV അൻവർ പറയുന്നത് കേരള CPM-ന്റെ മൗത്ത് പീസായി തന്നെ അല്ലേ എന്ന സംശയം ഉണ്ടോ? വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ, ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിച്ച ആളുകളാണ്. ഇന്ന് കോയമ്പത്തൂരിൽ, തൊട്ടപ്പുറത്ത് ഡിണ്ടിഗലിൽ, സിക്തറിൽ, ചിക്ബല്ലാപൂരിൽ, മുർഷിദാബാദിൽ, ത്രിപുരയിൽ എല്ലാം ഇതേ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ആളാണ്. കഴിഞ്ഞ എത്രയോ കാലമായി CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഒരിടത്തും സീതാറാം യെച്ചൂരിയോ പ്രകാശ് കാരട്ടോ വൃന്ദ കാരട്ടോ ഇതുപോലെയൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. ഞാൻ പിണറായി വിജയൻ എന്ത് സംഭവിച്ചു എന്നാണ് നോക്കുന്നത്. ആ മനുഷ്യന് എന്തോ ഒരു അന്ധത, സ്വന്തം മകളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതൊരച്ഛനും ഉണ്ടാവും മക്കളുമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു വൈകാരിക തലം. പക്ഷേ സ്വന്തം മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമെന്ന് ലോകം വിശ്വസിക്കുന്ന, അല്ലെ ലോകം അറിയുന്ന ഒരു കുടുംബത്തിനെ പറ്റി അയാളെ പറയാൻ ഞാൻ ഭാഷ ഉപയോഗിക്കുന്നില്ല. പറഞ്ഞാൽ എൻ്റെ സംസ്കാരത്തിന് അത് ശരിയാവാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ അത് മോശമായി പോകും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു. പിണറായി വിജയന്റെ